കൂട്ടിയത്. അതാണ് നമുക്കറിയാനുള്ളത്. വീണ്ടും വീണ്ടും വികാരത്തോടെയോട് ഞാൻ ജനങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വെറുമൊരു വാക്കിൽ അവസാനിപ്പിക്കുകയല്ല ജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹപാഠികളെ. ഞാൻ ഇളയ എനിക്കൊരു അറിവുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് തീർച്ചയായും നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും നിങ്ങളോട് ഇക്കാര്യങ്ങൾ ദീനീ ബോധത്തോടുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അത് തീർച്ചയായും നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കുള്ള വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമുക്ക് വേണ്ടി നമ്മുടെ ഉപ്പാക്ക് ഒരു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആരെങ്കിലും ഇപ്പോൾ ഖബർസ്ഥാനിയിലേക്ക് ആരെങ്കിലും കടന്നു പോകാറുണ്ട്? മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കൂ. കാണാതെ ഒരു യാസീനോടാൻ ഏതെങ്കിലും 10 വയസ്സ് തികഞ്ഞ് ഒരു കുട്ടിക്ക് ഇപ്പോൾ ആകുന്നുണ്ടോ? ഇപ്പോൾ എന്ത് ചിന്തിക്കേണ്ടതാണ്? ഒരു കുട്ടി എന്റെ സദസ്സിൽ 6 പിഞ്ചോമന മക്കൾ, 6 വയസ്സുള്ള പിഞ്ചോമന മക്കൾ ഇവിടെ പഠിക്കുന്നു. അവരോട് വന്ന് ചോദിച്ചു യാസീൻ എന്താണ്? അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. യാസീൻ അതിന്റെ അർത്ഥങ്ങൾ. ചില സമുദായ വിരോധികൾ പിന്നെയും പറയുകയാണ്, ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കുട്ടികളെ പ്രകോപിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ അറബി മലയാളം ഇപ്പോൾ പുതിയ കണ്ടുപിടിച്ച ഭാഷയാണ് പോലും അറബി മലയാളം. എന്താണ് നമ്മുടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എപ്പോൾ വന്ന ഭാഷയാണ് മലയാളം? 1900 ആണോ ഈ മലയാളം വന്നത്? എപ്പോഴാണോ എന്ന് നിങ്ങൾക്കറിയാവോ? തീർച്ചയായും പറഞ്ഞാൽ എനിക്കും അറിയില്ല. പിന്നെയും നിങ്ങളോ